കേരളത്തിലെ CPIMൽ ഉയർന്നുകേട്ട വ്യക്തിപൂജാ വിവാദത്തിലെ നായകൻ പി ജയരാജനും ജയരാജനെ ചെന്താരകമെന്ന് ഗാനത്തിൽ വിശേഷിപ്പിച്ച കവി പ്രദീപൻ കടേപ്രവും ഒരേ വേദിയിലെത്തിയത് കൗതുകമായി. പ്രദീപൻ കടേപ്രത്തിന്റെ പുസ്തക പ്രകാശന വേദിയിലായിരുന്നു ഇരുവരും ഒരുമിച്ചെത്തിയത്. CPIM രാഷ്ട്രീയത്തിലെ പല പദാവലികൾക്കിടയിൽ കേരളം അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടതും പറഞ്ഞതുമായ വാക്കാണ് വ്യക്തിപൂജ. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പി ജയരാജൻ എന്ന സഖാവിനെ പാർട്ടി പ്രവർത്തകർ നെഞ്ചേറ്റിയതിൽ പാർട്ടി ഉയർത്തിയ അച്ചടക്കത്തിന്റെ വടിയായിരുന്നു ആ വാക്ക്. കണ്ണൂരിന്റെ വിപ്ലവ സൂര്യൻ എന്ന വീഡിയോ ആൽബത്തിലായിരുന്നു കണ്ണൂരിന്റെ ചെന്താരകമായി ജയരാജനെ വിശേഷിപ്പിച്ചുള്ള ഗാനം. കവി പ്രദീപൻ കടേപ്രത്തിന്റെ വരികൾ ആളുകൾ ഏറ്റെടുത്തെങ്കിലും വ്യക്തിപൂജ എന്ന പേരിൽ പാർട്ടിയുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് പി ജയരാജനായിരുന്നു. വിവാദം ഒളിഞ്ഞും തെളിഞ്ഞും ഇടയ്ക്കിടെ തലപൊക്കാറുണ്ടെങ്കിലും ഇരുവർക്കും കാലം കാത്തുവച്ചത് മറ്റൊരു നിയോഗം. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പ്രദീപൻ കടേപ്രത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്തത് പി ജയരാജൻ. പ്രദീപന്റെ പ്രഥമ കവിതാ സമാഹാരമായ പൂതനയുടെ പ്രകാശന വേദിയിൽ ഇരുവരും ഒന്നിച്ചെത്തിയപ്പോൾ പി ജയരാജൻ പറഞ്ഞത് ഇങ്ങനെ: പ്രദീപം വിഷമിക്കേണ്ട ആവശ്യമില്ല. അന്ന് വലിയ വിവാദം ഉണ്ടായി, വ്യക്തിപൂജാ വിവാദം എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ എന്നെപ്പറ്റി എങ്ങനെ ഒരു കാര്യം എഴുതുന്നതിന് പ്രദീപനോട് ഞാനും പറഞ്ഞിട്ടില്ല. പാട്ട് പാടുന്നതിന് പുറച്ചേരിയിലെ ഒരു കലാസമിതിയാണ് അതിൻ്റെ സംഗീതമൊക്കെ ഒരുക്കിയത്. അവരും ഞാനുമായിട്ട് ആദ്യം ആലോചിച്ചിട്ടില്ല. അവർക്ക് തോന്നി ഒരു പാട്ട് പാടണം, അങ്ങനെ പാട്ട് പാടി, അത് ഹിറ്റായി. അപ്പോൾ ആ ഒരു സംഭവത്തോടുകൂടിയാണ് എന്നെ ക്ഷണിക്കാൻ വന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടത്. മൊകേരി പഞ്ചായത്ത് ഹാളിലായിരുന്നു പ്രകാശന ചടങ്ങ്. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മൊകേരി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഇന്നും CPIMനകത്ത് പലപ്പോഴായി പലയിടത്ത് ഈ പാട്ടും വ്യക്തിപൂജ എന്ന പ്രയോഗവുമൊക്കെ ഉയരുന്നുണ്ട് എന്നതാണ് മറ്റൊരു കൗതുകം. ന്യൂസ് മലയാളം, കണ്ണൂർ.